है। इसमें नरवणे जी ने कहा है कि उनका मेमोआर है, उसे सरकार पब्लिश नहीं होने दे रही है। इसमें सब लिखा है। ഇന്ത്യ ചൈന സംഘർഷവേളയിൽ കേന്ദ്ര സർക്കാർ കൈയൊഴിഞ്ഞെന്ന മുൻ കരസേനാ മേധാവിയുടെ വെളിപ്പെടുത്തലിൽ ഇളകി മറിഞ്ഞ് പാർലമെന്റ്. എം നരവനെയുടെ പുസ്തക ഭാഗം വായിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിക്കാതെ സ്പീക്കർ. ദേശസുരക്ഷയെക്കുറിച്ചുള്ള ഗുരുതര പ്രശ്നമെന്ന രാഹുൽ സഭാരേഖകളിൽ പുസ്തക ഭാഗം വരാതിരിക്കാൻ കടുത്ത പ്രതിരോധം തീർത്ത കേന്ദ്രമന്ത്രിമാരുടെ നിര. നിശബ്ദനായ കാഴ്ചക്കാരനായി പ്രധാനമന്ത്രി. രാഹുൽ ഗാന്ധി ലോക്സഭയിൽ ഉന്നയിച്ചതോടെ ചർച്ചയായി കരസേനാ മുൻ മേധാവിയുടെ പുസ്തകത്തെക്കുറിച്ചുള്ള കാരവാൻ ലേഖനം. 2020 ചൈനീസ് പട ലഡാക്കിലേക്ക് വന്നപ്പോൾ രാജ്നാഥ് സിംഗ് കൃത്യമായി നിർദ്ദേശം നൽകിയില്ല എന്ന ആരോപണം. ഉചിതമായത് ചെയ്യൂ എന്ന് പറഞ്ഞൊഴിഞ്ഞു എന്നും നരവനെ. ചൈനീസ് പട മുന്നേറുമ്പോഴും ഭരണ നേതൃത്വത്തിന്റെ തീരുമാനം കാത്ത് ത്രിശങ്കുവിൽ നിന്നെന്ന് വെളിപ്പെടുത്തൽ. കേരളത്തിന്റെ അതിവേഗ റെയിൽ സ്വപ്നത്തിന് കേന്ദ്രത്തിന്റെ റെഡ് ഫ്ലാഗ്. പദ്ധതി പ്രഖ്യാപിക്കാതെ റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇ ശ്രീധരനെ DPRന് ചുമതലപ്പെടുത്തിയോ എന്നതിൽ ഉത്തരമില്ല. ആശംസ അറിയിച്ച് മന്ത്രിയുടെ തന്ത്രപരമായ ഒഴിഞ്ഞുമാറൽ. വാർത്താ സമ്മേളനത്തിൽ നിറഞ്ഞത് അവ്യക്തതയും ആശയക്കുഴപ്പവും മാത്രം. കേന്ദ്ര ഉത്തരവോ DMRC നിർദ്ദേശമോ ഇല്ലാതെ അതിവേഗ റെയിലിനായി സ്വന്തം നിലയിൽ ഓഫീസ് തുറന്ന് ഇ ശ്രീധരൻ. DPR തയ്യാറാക്കാൻ എന്ന അവകാശവാദം. കൂടെ എത്തിയത് വിരമിച്ച ഏതാനും DMRC ഉദ്യോഗസ്ഥർ മാത്രം. തിരികൊളുത്തിച്ചത് ഭാര്യയെ കൊണ്ട്. തൽക്കാലം മഞ്ഞക്കുറ്റിയില്ല എന്ന് റെയിലിനെ പരിഹസിച്ച് പരാമർശം. കേന്ദ്ര ബജറ്റിലെ അവഗണനയെ ന്യായീകരിക്കാൻ പെടാപ്പാടുപെട്ട സംസ്ഥാന BJP നേതൃത്വം. കേരളത്തിൽ ഒരുപാട് പദ്ധതികൾ ഉണ്ടല്ലോ എന്ന രാജീവ് ചന്ദ്രശേഖരന്റെ കാടടച്ചു വെടി. പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ച് UDF MPമാർ. വർഗീയതയെ പിന്തുണയ്ക്കാത്തവരോട് കേന്ദ്രം പകപോക്കുന്നുവെന്ന് ആന്റണി MP ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിൽ. തങ്ങളുടെ വർഗീയ ഫാസിസം നടപ്പാക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ മാത്രം വികസനം, അല്ലെങ്കിൽ നിങ്ങളെ പാഠം പഠിപ്പിക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച UDF. ബേപ്പൂരിൽ PV അൻവർ UDF സ്ഥാനാർത്ഥിയാകുമെന്ന് ന്യൂസ് മലയാളം വാർത്ത ശരിവച്ച് KPCC പ്രസിഡന്റ്. മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ച അൻവർ. ജനം തന്നെ ഏറ്റെടുക്കുമെന്ന് അൻവർ ന്യൂസ് മലയാളത്തോട്. എന്തായാലും ഒരു സ്ഥാനാർത്ഥി വേണം ഉണ്ടാവുമല്ലോ, അത്ര കണക്കാക്കിയാൽ മതി. ഞാനാണെങ്കിൽ ഞാൻ, നിങ്ങളാണെങ്കിൽ നിങ്ങൾ, അത്രേ ഉള്ളൂ. പക്ഷെ ഇവിടെ ഈ എന്താ പറയാ, ഈ കുടുംബാധിപത്യ രാഷ്ട്രീയം ഇവിടെ അവസാനിപ്പിക്കേണ്ടതുണ്ട്. പ്രതിപക്ഷ നേതാവിനറിയാം ഈ വിഷയം ചർച്ചയ്ക്ക്. നോക്കൂ, പ്ലക്കാർഡുകൾ നോക്കൂ. ചർച്ചയ്ക്ക് ധൈര്യമില്ലേ? അതിനർത്ഥം നിങ്ങൾക്ക് തന്നെ അറിയാം ചർച്ച എടുക്കില്ലെന്ന്. കാരണം ചർച്ചയ്ക്ക് എടുക്കാൻ സാധിക്കാത്ത പോയിന്റ് കൊണ്ടുവന്ന് നിങ്ങൾ പ്ലക്കാർഡ് ഉയർത്തുകയാണ്. അപ്പൊ അതിന് വളരെ ക്ലിയർ ആണ്, പ്രീ പ്ലാൻഡ് ആണ്. രാഷ്ട്രീയ കേസ് പ്രതികളുടെ പെരോളിനെ ചൊല്ലി പ്രക്ഷുബ്ധമായി നിയമസഭ. KK രമയുടെ അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ ഡയസിലേക്ക് ഇരച്ചുകയറാൻ ശ്രമിച്ച പ്രതിപക്ഷം. ബഹളമുണ്ടാക്കാൻ ആസൂത്രിത നീക്കമെന്ന് സ്പീക്കർ. പ്രതിപക്ഷത്തെ പരിഹസിച്ച് MP രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നോ? രാഷ്ട്രീയ യുദ്ധത്തിനിടെ പെരിയ ഇരട്ടക്കൊലക്കേസിലെ 10ാം പ്രതിക്ക് വീണ്ടും പരോൾ. കൊടും കുറ്റവാളികളെ ഇറക്കുന്നത് V കുഞ്ഞികൃഷ്ണനെ വധിക്കാനാണോ എന്ന് VD സതീശന്റെ ഗുരുതര ചോദ്യം. നിയമസഭയിൽ ഇന്നും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വാക്പോര്. സോണിയാഗാന്ധിയുടെ പേര് പരാമർശിച്ച് V ശിവൻകുട്ടിയുടെ പ്രഹരം. വിരട്ടാൻ വരേണ്ടെന്ന് വെല്ലുവിളി. സഭയിലെ ഒരു മുദ്രാവാക്യം വിളിക്കുക, പ്രതിഷേധിക്കുക എന്തുകൊണ്ട് ചെയ്തോട്ടെ? മന്ത്രിമാർ ഇങ്ങോട്ട് വരണ്ട, ഇങ്ങോട്ട് വിരട്ടാൻ വേണ്ടി വരണ്ട, ഭരണപക്ഷത്തെ വിരട്ടാൻ വേണ്ടി വരണ്ട. ഞങ്ങളെല്ലാം ഓടുപത്തിറങ്ങിയവരല്ല, ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരം ജയിച്ചു വന്നവരാണ്. പ്രതിപക്ഷത്തിന്റെ മടിയിൽ സ്വർണത്തിന്റെ കനമെന്ന് മന്ത്രി MP രാജേഷ്. ശബരിമല സ്വർണ്ണക്കൊള്ള ചർച്ച ചെയ്യാൻ ധൈര്യപ്പെടാതെ സഭയിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി ഓടിയത് മടിയിൽ സ്വർണത്തിന്റെ ഭാരമുള്ളത് കൊണ്ടായിരുന്നോ? സഭ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം.
രാജ്യസഭയിൽ മലയാളി എംപിമാർ തമ്മിൽ നാടകീയ രംഗങ്ങൾ. കൃത്രിമ കാലുകൾ ബെഞ്ചിൽ ഉയർത്തിവെച്ച് സി സദാനന്ദൻ. അസാധാരണ നടപടി. നരേന്ദ്രമോദി സർക്കാർ ജനാധിപത്യ വിരുദ്ധമെന്ന ജോൺ ബ്രിട്ടാസിന്റെ ആരോപണത്തിന് പിന്നാലെ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നവർ 31 വർഷം മുൻപ് തന്നെ ആക്രമിച്ചെന്ന് സദാനന്ദൻ. So Britta ji, please. Britta ji, please. You are intolerant. You are intolerant. Intolerant. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കുറ്റപത്രം വൈകുന്നതിനാൽ കൂടുതൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം. മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന് ജാമ്യം അനുവദിച്ച കൊല്ലം വിജിലൻസ് കോടതി. ദ്വാരപാലക കേസിൽ ജാമ്യം തേടി തന്ത്രി കണ്ഠരര്, രാജീവരര്, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ച വാദം കേൾക്കും. നിയമസഭാ കവാടത്തിൽ പ്രതിപക്ഷ MLA-മാരുടെ സത്യഗ്രഹം തുടരുന്നു. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിനെതിരായ ശിക്ഷാവിധി മരവിപ്പിച്ച് തിരുവനന്തപുരം സെഷൻസ് കോടതി. കുറ്റക്കാരൻ എന്ന വിധി നിലനിൽക്കും. 3 വർഷം തടവെന്ന നെടുമങ്ങാട് കോടതിയുടെ ഉത്തരവ് മരവിപ്പിച്ചത് അന്തിമ തീർപ്പ് വരും വരെ. വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസിലെ പ്രതി അഫാന് വേണ്ടി പിതാവ് ഹൈക്കോടതിയിൽ കേസുമായി ബന്ധമുള്ള സിനിമയുടെ റിലീസ് തടയണമെന്ന ആവശ്യം. മാധ്യമ വിചാരണയ്ക്ക് ഇടയാക്കുമെന്ന വാദം. അഫാൻ ക്രൂരമായി കൊലപ്പെടുത്തിയത് സഹോദരനടക്കം 5 പേരെ. നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പിണറായി സർക്കാരിനെതിരെ കടക്കുപുറത്ത് ക്യാമ്പയിനുമായി കോൺഗ്രസ്. വിമർശന റീലുകളുമായി ഡിജിറ്റൽ ക്യാമ്പയിൻ. സർക്കാരിനെതിരെ കുറ്റപത്രം പുറത്തിറക്കും. ജനങ്ങളുടെ പരാതികൾ ശേഖരിക്കാൻ വെബ്സൈറ്റ്. തൃക്കാക്കര MLA ഉമാ തോമസിനെതിരെ കോൺഗ്രസ് പട. വീണ്ടും മത്സരിപ്പിക്കരുതെന്ന് AICCയുടെ പ്രാദേശിക നേതാക്കൾ. തൃശൂർ ജില്ലയിലെ 7 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. TN പ്രതാപൻ മണലൂരിൽ മത്സരിച്ചേക്കും. കൊടുങ്ങല്ലൂരിൽ OJ ജനീഷ്, കുന്നംകുളത്ത് സോയ ജോസഫ്. 2 സീറ്റിൽ കണ്ണുവച്ച് CK ജാനു. മാനന്തവാടിയും ബാലുശ്ശേരിയും തരണമെന്നാവശ്യം. വ്യവസായി CJ റോയി ജീവനൊടുക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു എന്ന സംശയം. ഡയറിയിൽ ആത്മഹത്യാക്കുറിപ്പിന് സമാനമായ വിവരങ്ങൾ. വിദേശ സംരംഭങ്ങളിൽ തിരിച്ചടി നേരിട്ടു. കുടുംബത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും കുറിപ്പ്. ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ധനമന്ത്രിക്ക് മുഖ്യമന്ത്രി പിണറായിയുടെ കത്ത്. രാജ്യത്തിന്റെ നികുതി സംവിധാനത്തിനേറ്റ കളങ്കമെന്ന് മുഖ്യമന്ത്രി. ചേർത്തല അമ്പിളി കൊലക്കേസിൽ ഭർത്താവിന് ഇരട്ട ജീവപര്യന്തം ശിക്ഷ. പ്രതി രാജേഷ് കുമാറിന് 2 ലക്ഷം രൂപ പിഴയും വിധിച്ച് ആലപ്പുഴ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി. പള്ളിപ്പുറത്ത് നടുറോഡിൽ വെച്ച് അമ്പിളിയെ ഭർത്താവ് കുത്തിക്കൊന്നത് 2024. കൂടിയതുപോലെ തിരിച്ചിറങ്ങി സ്വർണ്ണവില. ഇന്ന് 2 തവണ വിലയിടിവിന് ശേഷം 2000 രൂപ കൂടി. ഒരു പവന് 1,09,920 രൂപ. 4 മാസം കൊണ്ട് കൂടിയത് 44,600 രൂപ. 4 ദിവസം കൊണ്ട് കുറഞ്ഞത് 21,240 രൂപ. வாழ்க வாழ்க வாழ்கவே தமிழக வெற்றி கழகம் வாழ்கவே. മൂന്നാം വാർഷിക നിറവിൽ വിജയുടെ TVK. പനയൂരിലെ ആസ്ഥാനത്ത് ആഘോഷ പരിപാടികൾ. DMK ചോദ്യം ചെയ്യാനുള്ള ധൈര്യം TVK മാത്രമെന്ന് വിജയ്. பொறுங்க பாஸ், வருவாங்க, முறையா வருவாங்க. ஓட்டர் ஐடியை கையில் எடுத்துக்கிட்டு ஒவ்வொரு வீட்டில் இருக்கிற ஒவ்வொரு விஜயும் பூத்தா காலையிலேயே வந்து நிப்பாங்க பாருங்க. തിരഞ്ഞെടുപ്പ് പ്രചാരണ രൂപരേഖ തയ്യാറാക്കാൻ വിജയ്. ടിബറ്റൻ ആത്മീയ ഗുരു ദലൈ ലാമയ്ക്ക് ഗ്രാമി പുരസ്കാരം. അവാർഡ് നേട്ടം. ഓഡിയോ ബുക്ക് വിഭാഗത്തിൽ മെഡിറ്റേഷൻസ് എന്ന ആൽബത്തിലെ വിവരണത്തിന് അംഗീകാരം. പുരസ്കാര തിലക്കത്തിൽ സ്റ്റീവൻ സ്പിൽബർഗും K പോപ്പും. സംവിധായകൻ രോഹിത് ഷെട്ടിയുടെ മുംബൈയിലെ വീടിനു നേരെയുണ്ടായ വെടിവയ്പിൽ 4 പേർ അറസ്റ്റിൽ. പിടിയിലായത് ലോറൻസ് ബിഷ്ണോയ് സംഘവുമായി ബന്ധമുള്ളവരെന്ന സൂചന. സുരക്ഷ ശക്തമാക്കി പോലീസ്.
കോഴിക്കോട് കൊടിയത്തൂരിൽ വാഹനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട പെൺകുഞ്ഞ്. റോഡിന് കുറുകെ ഓടിയ കുട്ടിയെ ബസ് ഇടിക്കാതെ പോയത് തലനാരിഴയ്ക്ക് വൻ അപകടം ഒഴിവായത് ബസ് ഡ്രൈവർ ഷിനോജിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ. ബസ് എവിടെയും തട്ടാനും വിട്ടാനും പോയില്ല, വണ്ടി ചവിട്ടിയാൽ നിർത്തി സൈഡാക്കി വലത്തോട്ട് വെട്ടിച്ച് ചവിട്ടി നിർത്തിയാണ്. അതുകൊണ്ടാണ് കുട്ടി രക്ഷപ്പെട്ടു. 2020 ഡൽഹി കലാപക്കേസിൽ പോലീസിന് കനത്ത തിരിച്ചടി. ന്യൂ ഉസ്മാൻപൂർ മസ്ജിദിന് സമീപത്തെ തീവയ്പിൽ 6 പ്രതികളെ വെറുതെ വിട്ടു. പോലീസ് കൃത്രിമ തെളിവുണ്ടാക്കിയെന്ന് ഗുരുതര കണ്ടെത്തൽ. വ്യാജ കുറ്റപത്രം സമർപ്പിച്ചെന്ന വിമർശനം. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും നിർദ്ദേശം. ജാർഖണ്ഡിൽ ക്രിസ്തുമതം സ്വീകരിച്ച ആദിവാസികൾക്ക് കുടിവെള്ളം നിഷേധിച്ചെന്ന് പരാതി. ജഗന്നാഥപൂരിൽ 4 കുടുംബങ്ങൾക്ക് പൊതുകിണറും പൈപ്പും ഉപയോഗിക്കുന്നതിന് വിലക്ക്. പാചകം ചെയ്യാൻ വിറക് ശേഖരിക്കാനും അനുവാദമില്ല. വിവാദമായതോടെ സഹായം എത്തിച്ച് ജില്ലാ ഭരണകൂടം. അമേരിക്കയുമായി സമവായത്തിന് തയ്യാറാണെന്ന സൂചന നൽകി ഇറാൻ. ചർച്ചയുടെ ചട്ടക്കൂട് എന്താണെന്ന് ആരാഞ്ഞ് വിദേശകാര്യ വക്താവ്. ഓരോ ഘട്ടവും സൂക്ഷ്മമായി പരിശോധിക്കുന്നുവെന്നും ബഖേയി തുർക്കിയിലെ അങ്കറയിൽ ഇറാൻ US നടക്കുമെന്നും റിപ്പോർട്ട്. ഇറാൻ അതിർത്തിയിൽ സൈനിക അഭ്യാസത്തിനൊരുങ്ങി ഇറാൻ. സമാധാന ചർച്ചകൾക്കിടെ യുക്രൈനിൽ ആക്രമണം അഴിച്ചുവിട്ട റഷ്യ. വ്യോമാക്രമണത്തിൽ 12 ഖനി തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്ക്. റഷ്യൻ ആക്രമണം ഒരാഴ്ചത്തെ വെടിനിർത്തലിന് പുടിൻ സമ്മതിച്ചുവെന്ന ട്രംപിന്റെ അവകാശവാദത്തിനിടെ. കായിക മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഒളിമ്പ്യൻ അഞ്ജു ബോബി ജോർജ്. കേരളത്തിൽ സ്പോർട്സ് കൌൺസിൽ പ്രവർത്തനരഹിതം. മുന്നിൽ നിന്നും നയിക്കുന്നവർക്ക് താൽപര്യമുണ്ടെങ്കിലേ സിസ്റ്റം നന്നാവൂ എന്നും വിമർശനം. മെസ്സിയെ കൊണ്ടുവരാനുള്ള പണം കായിക മേഖലയ്ക്കായി ചെലവഴിക്കണമെന്നും ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. T20 ലോകകപ്പിനായി ശ്രീലങ്കയിലേക്ക് യാത്ര തിരിച്ച് പാകിസ്ഥാൻ ടീം. ഇന്ത്യക്കെതിരായ മത്സരം ബഹിഷ്കരിച്ചതിനാൽ നടപടിയെടുക്കാൻ ICC. തീരുമാനമെടുക്കുന്നത് താരങ്ങളല്ലെന്ന് പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഖ. മത്സരത്തിനായി കൊളംബോയിലേക്ക് പോകുമെന്ന് BCCI. T20 ലോകകപ്പിന് ഒരുങ്ങുന്ന ഇന്ത്യക്ക് ആശ്വാസം. സന്നാഹ മത്സരത്തിൽ തിരിച്ചെത്തി തിലക് വർമ്മ. ഇന്ത്യ എക്ക് വേണ്ടി അമേരിക്കയ്ക്ക് എതിരെ ആഞ്ഞടിച്ച താരം. ഇന്ത്യ എ കൂറ്റൻ സ്കോറിലേക്ക്. വനിതാ പ്രീമിയർ ലീഗ് ഫൈനലിൽ ബംഗളൂരുവിന്റെ എതിരാളികളെ നാളെ അറിയാം. പ്ലേ ഓഫിൽ ഡൽഹിയുടെ എതിരാളികൾ ഗുജറാത്ത്. മത്സരം നാളെ രാത്രി 7:30.